ബംഗ്ലാദേശ് കലാപത്തെ അപലപിച്ചാൽ പോരാ, ഓരോ ഹിന്ദുവും ഉണർന്ന് പ്രതികരിക്കണമെന്ന് RSS അഖില ഭാരതീയ പ്രചാർ പ്രമുഖ സുനിൽ ആംബേദ്കർ. ചർച്ചകൾ പരാജയപ്പെട്ടാൽ മറ്റ് മാർഗങ്ങൾ കേന്ദ്ര സർക്കാർ തേടണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. മുഹമ്മദ് യൂനുസിന്റെ നിഷ്ക്രിയത്വം പ്രതിഷേധാർഹമാണെന്നും സുനിൽ ആംബേദ്കർ പറഞ്ഞു. ബംഗ്ലാദേശിൽ ക്ഷേത്രങ്ങൾ തകർക്കുകയും അഗ്നിക്കിരയാക്കുകയും ചെയ്യുന്നു. ഹിന്ദു സ്ത്രീകൾ അക്രമങ്ങൾക്കിരയാകുന്നു. സമാനതകളില്ലാത്ത അക്രമങ്ങളാണ് ബംഗ്ലാദേശിലെ ഹൈന്ദവ സമൂഹത്തിന് നേരെ ഉണ്ടാകുന്നതെന്ന് RSS അഖില ഭാരതീയ പ്രചാർ പ്രമുഖ് സുനിൽ ആംബേദ്കർ വ്യക്തമാക്കി. മുഗൾ ഭരണം എന്ന മട്ടിലാണ് ഹിന്ദുക്കൾ പീഡിപ്പിക്കപ്പെടുന്നത്. അക്രമത്തെ അപലപിച്ചാൽ മാത്രം പോരാ, ഓരോ ഹിന്ദുവും ഉണർന്ന് പ്രതികരിക്കണമെന്ന് സുനിൽ ആംബേദ്കർ ആവശ്യപ്പെട്ടു. बांग्लादेश में पिछले कुछ दिनों से हिंदू समाज, अल्पसंख्यक, बौद्ध, सिख, जैन सभी लोगों पर भयंकर ऐसे अत्याचार हो रहे हैं. कितने सारे मंदिर लूटे गए, जलाए गए, कितने सारे महिलाओं पर अत्याचार हुए और एक डर का माहौल पूरे अल्पसंख्यक हिंदू समाज और अल्पसंख्यक समाज में उत्पन्न किया गया है. जब वो अत्याचार के चित्र आ रहे थे तो समझ में नहीं आ रहा था कि ये चित्र नए हैं या पुराने किसी दो मुगल काल के शासन के हैं. कि केवल दुख से नहीं चलेगा, सारे हिंदू समाज को, भारत के सभी लोगों को गुस्सा आना चाहिए. इस बात पर गुस्सा आना चाहिए. ചർച്ചകൾ പരാജയപ്പെട്ടാൽ മറ്റു മാർഗങ്ങൾ കേന്ദ്ര സർക്കാർ തേടണം. ഹിന്ദു സമൂഹത്തെ വേരോടെ പിഴുതെറിയാൻ ലക്ഷ്യമിട്ടാണ് ബംഗ്ലാദേശിലെ അക്രമങ്ങൾ. ബംഗ്ലാദേശ് മാത്രമല്ല, പാകിസ്ഥാനിലും ഹിന്ദുക്കൾ ആക്രമിക്കപ്പെടുന്നു. ഹിന്ദുക്കൾക്കെതിരായ അതിക്രമങ്ങൾ വെച്ചുപൊറുപ്പിക്കില്ലെന്നും നമ്മുടെ മൗനത്തെ ഭാവി തലമുറകൾ ചോദ്യം ചെയ്യുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. बांग्लादेश के, पाकिस्तान के, अफगानिस्तान के जहां भी हिंदू रहते हैं उनको अपना मानता है, अपने हिंदू मानता है. आज अगर इसको चलने दिया, ज्यादा समय ऐसे ही चलता रहा तो बहुत लोगों की हिम्मत बढ़ेगी और बहुत लोगों को लगेगा कि भारत के हिंदुओं को कोई फर्क नहीं पड़ता. हम आसपास के हिंदुओं पर कितना भी अत्याचार कर ले, इन्हें फर्क नहीं पड़ता. मुझे लगता है कोई माफ करे न करे, हमारी आने वाली पीढ़ियां हमें माफ नहीं करेगी. ബംഗ്ലാദേശിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന ചില ആഗോള ശക്തികളെ തിരിച്ചറിയണമെന്ന ചൈനയുടെയും പാകിസ്ഥാന്റെയും പേരെടുത്ത് പരാമർശിക്കാതെ സുനിൽ ആംബേദ്കർ ചൂണ്ടിക്കാട്ടി. സമാധാനത്തിനുള്ള നോബൽ ജേതാവ് മുഹമ്മദ് യൂനിസ് നേതൃത്വം നൽകുന്ന സർക്കാരിന്റെ മൗനം അപലപനീയമെന്നും RSS അഖില ഭാരതീയ പ്രചാർ പ്രമുഖ് വ്യക്തമാക്കി. നാഗ്പൂരിൽ നടന്ന ബംഗ്ലാദേശ് പ്രതിഷേധത്തിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജനം, ഡൽഹി.